വീടിനകത്തിരുന്ന് വിൻഡോയിലൂടെ പുറം ലോകം കണ്ട് ആസ്വദിക്കുന്നവരാണ് നമ്മളിൽ പലരും. പല പല കാരണങ്ങൾ കൊണ്ട് യാത്രയെന്ന പ്രണയത്തെ മാറ്റിവെച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാത്രകളെയും സ്വപ്നങ്ങളെയും കയ്യെത്തിപ്പിടിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യാത്രകളുടെ രാജകുമാരൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കാണുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങിറങ്ങി. നാടിൻ്റെ പുതുമകൾ തേടി, പഴമയുടെ നീക്കിയിരിപ്പുകൾ തേടി, പ്രകൃതിയുടെ മാസ്മരികത തേടി ഇന്നത്തെ യാത്ര മെൽബണിലേക്ക്. തുടക്കം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെയാകട്ടെ. ഹോട്ടൽ നാർവൽ സ്റ്റുഡിയോ എത്തിപ്പെടാനും തങ്ങാനും പറ്റിയ ലൊക്കേഷനിൽ ഉള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ. 3-ാം നിലയിലെ 19-ാം നമ്പർ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. എ ഫാമിലി വിത്ത് 4 മെമ്പേഴ്സിന് താമസിക്കാൻ പറ്റിയ ഒരു ട്വിൻ റൂം. റൂമിനേക്കാൾ എന്നെ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു. റൂമിൻ്റെ ഗ്ലാസ് ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച. എപ്പോഴത്തെയും പോലെ റൂം തുറന്ന് അകത്ത് കയറി ഉള്ളിലൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് നേരെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താണ് പുറത്തെ കാഴ്ച എന്നറിയാനുള്ള ആകാംക്ഷ. ആ വലിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രൗഢഗംഭീരമാർന്ന മെൽബൺ നഗരം അതവിടെ തലയുയർത്തി നിൽക്കുന്നു. സാമാന്യം നല്ല തണുപ്പുള്ള ഒരു വൈകുന്നേരമാണ് നമ്മുടെ കഥ നടക്കുന്നത്. അതുകൊണ്ട് അന്ന് നമ്മൾ പുറം കാഴ്ചകളിൽ മുഴുവൻ ഇറങ്ങിയില്ല, മറിച്ച് അകത്തെ കാഴ്ചകളിൽ ഒതുങ്ങിക്കൂടി. പിറ്റേന്ന് രാവിലെ കണ്ണുപോലും തുറക്കുന്നതിന് മുമ്പേ ആദൂൻ്റെ അലർച്ച കേട്ടു. അമ്മയെ പറക്കുന്ന ബലൂൺ. ചാടി പിടിച്ചെഴുന്നേറ്റ് കൊച്ചിനെ പോലും നോക്കാതെ മൊബൈലെടുത്ത് ജനലിൻ്റെ അരികിലേക്ക് ഓടി. കിട്ടിയ ഫ്രെയിമിൽ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് ആകാശത്തൊരു പറക്കുന്ന ബലൂൺ. പിന്നെ ഒന്നും നോക്കിയില്ല, ചാറ പറ കൂടെ വീഡിയോ എടുത്തു. പല്ലുപോലും തേക്കാതെ ബലൂണിൽ കയറാൻ യാത്രയായി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അങ്ങ് താഴെ ഗ്രൗണ്ടിൽ സർവീസും കഴിഞ്ഞ് ബലൂൺ കച്ചവടക്കാർ പെട്ടിയും കിടക്കെടുത്ത് പോകാൻ നിൽക്കുന്നു. ആദുവിനോട് നിനക്ക് കുറച്ച് നേരത്തെ അലറി പോകാൻ പാടില്ലായിരുന്നോടാ എന്ന് മുറുമുറുത്ത് ആഗ്രഹം ബാഗിലാക്കി പൂട്ടി പ്ലാൻ ബിയിലേക്ക് തിരിഞ്ഞു. ഇനി പ്ലാൻ ബി എന്താണെന്നല്ലേ? വേറൊന്നുമല്ല, ഹോട്ടൽ മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിരുന്നുള്ളൂ. ഫുഡ് വേണേൽ ഊബർ ചേട്ടന്മാരെ വിളിക്കണം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കണ്ണി കണ്ടതെല്ലാം 1, 2, 3 ഇട്ട് ഓർഡർ ചെയ്തു. ചേട്ടൻ ഹോട്ടലിൻ്റെ വാതിൽക്ക് വരുന്നവരെ കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടായില്ല. ഊബറമ്മച്ചി കാണിച്ചെന്ന പച്ചക്കാർ റോഡിൻ്റെ അരികത്തൂടെ വരുന്ന കണ്ടപ്പോഴേ ഓടിച്ചെന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് സാധനം കിട്ടിയാൽ മതിയല്ലോ. അപ്പോഴേ ഈ വഴിയാണ് നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. ഇതൊന്ന് കാണിച്ചു തന്നാണ്, എന്നാലും ഇരിക്കട്ടെ. ഈ സ്റ്റെപ്പ് കയറി നേരെ ചെന്നിട്ട് ഇടതുവശത്ത് കാണുന്നതാണ് ലോഞ്ചും റിസപ്ഷനും. വലതുവശത്ത് കാണുന്നത് മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള ലോഞ്ചാണ്. അവിടെ മെമ്പേഴ്സിന് വന്ന് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിക്കുക. മറ്റുള്ളവർക്ക് പ്രവേശനമില്ലെന്ന് വെണ്ടയ്ക്കാൻ വെളുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ലിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് റൂമിൻ്റെ കാർഡ് ടാപ്പ് ചെയ്താൽ മാത്രമേ ഇത് മുകളിലേക്ക് പോകത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ സാധാരണ ലിഫ്റ്റിൽ കയറി 1, 2, 3 കുത്തുന്ന പോലെ ഇതിൻ്റെ അകത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടക്കത്തേ ഉള്ളൂ. ഒരബദ്ധം പറ്റിയതാണ്, അതുകൊണ്ടാണിത് പറഞ്ഞു തരുന്നത്. ലിഫ്റ്റ് തുറന്ന് നേരെ ചെല്ലുന്ന ഒരു വലിയ കൊറിഡോറിലേക്കാണ്. ആ കൊറിഡോറിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ ഇമേജുകൾ വെച്ചിരിക്കുന്നത്. പെയിൻറ്റിങ്ങുകളാണ്. അതെല്ലാം ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കലയും പാരമ്പര്യമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതാണ് കാർ പാർക്ക്. ഹോട്ടലിലാണെങ്കിലും റോഡിലാണെങ്കിലും പാർക്കിങ്ങിന് പേയ്മെൻറ്റ് നിർബന്ധമില്ലേ. പിന്നെ ഒരു ഗുണമുള്ളത് എന്തെന്നാൽ ഹോട്ടൽ കസ്റ്റമേഴ്സിന് ലോട്ടറി പോലൊരു കാർഡ് തരും. ഇതുണ്ടെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡിന് പകരം അത് ടാപ്പ് ചെയ്താൽ ഡോറ് തുറക്കും. അതായത് ഉത്തമ, ഇടയ്ക്കിടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ട, എല്ലാം കൂടി ഞങ്ങൾക്ക് അവസാനം തന്നാൽ മതിയെന്ന് സാരം. ഇനി പെട്ടിക്കകത്ത് കാർഡ് എങ്ങനെ തിരിച്ചിടണമെന്ന് പടമൊക്കെ കാണിച്ച് പഠിപ്പിച്ചിട്ടാണ് റിസപ്ഷനിലെ സായിപ്പ് ഞങ്ങളെ വിട്ടത്. എങ്കിലും പെട്ടി തുറക്കാൻ അവർ പഠിപ്പിക്കാത്തത് കൊണ്ട് വട്ടത്തിലും നീളത്തിലും ട്രൈ ചെയ്തിട്ടാണ് പെട്ടിയിൽ കാർഡൊന്നിട്ടത്. ബെല്ലറാട്ടിൽ ഒഫീഷ്യലി വിൻ്റർ എത്തിയെങ്കിലും തണുപ്പിൻ്റെ തീവണ്ടി മെൽബൺ സിറ്റി പ്ലാറ്റ്ഫോമിൽ ഇനിയും എത്തിയിട്ടില്ല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ റോഡിന് ഇരുവശവും മഞ്ഞയും ചുവപ്പും ഇലകളുള്ള പല പേരുകളിലുള്ള വലുതും ചെറുതുമായ മരങ്ങൾ കൈവീശി കാണിച്ച് നിൽക്കുന്നു. കാറ്റ് വീശിയാൽ ഇല പൊഴിക്കാമെന്ന് മരങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് വീഴാൻ മനസ്സില്ലെന്ന് ഇലകളും. വീക്കെൻഡ് ആയതുകൊണ്ട് നിരത്തിൽ വാഹനങ്ങളുടെ തിരക്ക് കുറവാണ്. വാഹനങ്ങൾക്കും ആളുകൾക്കും ഷെയർ വിത്ത് കെയർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ഉടായ്പ സിഗ്നലുകൾക്ക് മുമ്പിൽ ഞാനോ നീയോ എന്ന് പറഞ്ഞ് കയറി നിൽക്കുന്ന ഞങ്ങളെ ഇടം കണ്ണുകൊണ്ട് പോലും നോക്കി മൈൻഡ് ചെയ്യാതെ ക്രോസിങ് കടന്നു പോകുന്ന ചില നല്ലവരായ നാട്ടുകാർ. അവർ വര കടന്നതും അടുത്ത ചുവപ്പ് ലൈറ്റ് തെളിയുന്നതിന് മുൻപേ ജീവനും കൊണ്ട് അടുത്ത റോട്ടിലേക്ക് തിരിഞ്ഞ് ഞങ്ങളും. അങ്ങനെ മുന്നോട്ട് നോക്കിയിരുന്നപ്പോഴാണ് പരിചയമുള്ളൊരു ബോർഡ്, ദി യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ.
അപ്പോൾ അതിതാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ട് വണ്ടി അതും കടന്ന് മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് പച്ചയും ചുവപ്പും ഓറഞ്ചും പാത്രങ്ങളുടെ വക്ക് പൊട്ടിയ പീസുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലൊരു കെട്ടിടം നമ്മുടെ വലത് ഭാഗത്ത് കണ്ടത്. ആർക്കിടെക്ചറൽ മിറക്കിൾ എന്നല്ലാതെ എന്ത് പറയാൻ. ഇതും കടന്നു പോകുമെന്ന ഉദ്ധരണിയെ ഓർമ്മിപ്പിച്ച് അതും കടന്ന് വണ്ടി മുന്നോട്ട് നീങ്ങി. വീണ്ടും മരങ്ങൾ, പച്ച ചുവപ്പ് മഞ്ഞ, പച്ച ചുവപ്പ് മഞ്ഞ. ആഹാ, പൂക്കൾക്കുണ്ടാവും ഇത്രയും ഭംഗി. റോഡിന് ഇരുവശത്തും തല നിറയെ മഞ്ഞ ഇലകളുമായി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മരങ്ങൾ. ശ്രദ്ധിക്കുക, മരത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരു വെറൈറ്റിക്ക് നമുക്ക് വലത്തേക്ക് പോകാമെന്ന് അനിയേട്ടനും എങ്ങോട്ടേലും പോടെയെന്ന് ഞങ്ങളും. അകലെ പ്രൗഢഗംഭീരമാർന്ന ചില്ലുകൊട്ടാരങ്ങളും അടുത്ത് പഴമയുടെ പാതിയടഞ്ഞ വാതിലുകളുമായി 1850കളിലെ വിക്ടോറിയൻ ബൂം സ്റ്റൈൽ വീടുകളും. ഏകദേശം 74ഓളം വരുന്ന സ്കൈ സ്ക്രാപ്പേഴ്സാണ് നമ്മുടെ മുമ്പിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. നഗരത്തിലേക്ക് കടന്നതും റോഡിൽ തിരക്കേറി വരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട് ബസ്സുകളും കാറുകളും ട്രാമുകളും ഇടയിലൂടെ ബാഗുകളും തൂക്കി കാൽനട യാത്രികരും നടന്നു നീങ്ങുന്ന വിസ്മയ കാഴ്ച. റോഡിലൂടെ 2 വണ്ടികൾക്ക് ഒരേ സമയം നീങ്ങാനുള്ള ഗ്യാപ്പുണ്ടെങ്കിലും ഞാൻ ആദ്യം പോകാൻ, നീ പുറകെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇടിച്ചുകുത്തി പോകുന്ന നാട്ടിലെ കലാപരിപാടി അവിടെ കാണാനില്ല എന്നത് എന്നെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെ കാതങ്ങൾ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വെറുതെ സിറ്റിയിലൂടെ ഒരു സവാരി ഗിരിഗിരി മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം ചരിത്രവും സംസ്കാരവും ആധുനികതയും വിളിച്ചു പറയുന്ന മെൽബൺ മ്യൂസിയമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പലതും കഥകൾ പറയാൻ നിരന്നിരിക്കുന്നത് പോലെ തന്നെ ആധുനികതയുടെ വിസ്മയ കാഴ്ചകളും ഒരുക്കിവെച്ച് സന്ദർശകർക്ക് വേണ്ടി കാത്തിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ്.